ഹായ് ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളി സാരീസിന്റെ കളക്ഷൻസ് ആണ്. സെമി ടെസറിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്ക് സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്യുന്നതാണ്, ബട്ട് ഒരിക്കലും നമുക്കത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും എൻക്വയറീസ് നമുക്ക് ഉള്ള ഒരു ഐറ്റാണ് സെമി ടെസറിന്റെ ആ ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്നത്. അപ്പം ഇപ്രാവശ്യം ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം കളേഴ്സ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ്. നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്ന സാരി. ഇതുപോലെ ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെ ഒരു വൈറ്റ് കളർ ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ, നേരത്തെ നമ്മൾ കാണിച്ചതൊക്കെ ആ ഒരു സെൽഫ് ആയിട്ടുള്ള ബുട്ടായിരുന്നു ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് നമ്മൾ കാണിച്ചത്. ബട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് ഇതുപോലെ ത്രെഡിന്റെ വീവിംഗ് കൂടെ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിൽ വരുന്ന ആ ഒരു വീവിംഗ് ആണ്. ഒരു സിഗ്സാഗിന്റെ ഒക്കെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത്. ആ ഒരു പാറ്റേൺ വരുന്ന ഒരു സിഗ്സാഗിന്റെ ആണ്. ഒരു വൈറ്റ് കളർ ത്രെഡിന്റെ വീവിംഗ് ഇതുപോലെ വരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡുമാണ് വരുന്നത്. വളരെ കംഫർട്ടബിൾ. നമുക്ക് ഈവൻ ഒരു ചൂടാണെങ്കിൽ പോലും നമുക്ക് സെമി ടെസർ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വെയർ ചെയ്യാൻ പറ്റും. ഒരു കംഫർട്ടബിൾ ആണ് സെമി ടെസർ വെയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് മാത്രമല്ല ഡ്രേപ്പ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കിങ്ങനെ ഇരുന്നോളും, നമുക്ക് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സെമി ടെസറത്തെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇതിന്റെ മുന്താണി വരുന്നത് എങ്ങനെയാണ്? സെൽഫ് ആയിട്ടുള്ള ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ് അതിനകത്തേക്ക് പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മുന്താണിയാണ് വരുന്നത്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 695 മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇത്രയും നല്ല അടിപൊളി സാരീസ് കൊണ്ടുവന്നിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ ആർക്കെങ്കിലും യൂണിഫോം ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഒരു അറേഞ്ച് ചെയ്താനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. പേസ്റ്റൽ ഗ്രീൻ എന്ന് പറഞ്ഞാലും ഒരു നല്ലൊരു കളർ ഷെയ്ഡാണ്. ഒരു റെയർ ഷെയ്ഡും കൂടെ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്, എല്ലാവർക്കും ഒക്കെ മാച്ച് ആവുന്ന കളർ ഷെയ്ഡും കൂടിയാണ്. നമ്മൾ ഈ ഷർട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം തന്നെ എല്ലാവർക്കും ഒക്കെ മാച്ചായി പോകുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ്. ഒരുപാട് പേർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് വരുന്നത്. ഇതാ എങ്ങനെ അതൊക്കെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു വീവിങ്ങിന്റെ പാറ്റേൺ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആണെന്ന് നിൽക്കുന്നത്. കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ആ ഒരു സിക്സാങ്ങിന്റെ പാറ്റേൺ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്ന ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ സെൽഫ് ആയിട്ടുള്ള ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് ടോൺ ആണ് വരുന്നത്. എല്ലാം ഇതൊക്കെ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്ന കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എങ്ങനെ വരുന്നു പാറ്റേൺ? വീവിങ്ങിന്റെ പാറ്റേൺ എല്ലാം എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക്. ഇതിനകത്തൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വീവിങ് കാണാൻ പറ്റും. എങ്ങനെയാണ് വരുന്നത്? മുന്താണി വരുന്നത് ഇതുപോലെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ടോൺ. ഇതാ ഇങ്ങനെ. അതൊക്കെ ആ ഒരു ഷെയ്ഡ് ഒന്ന് എടുത്ത് കാണിക്കുന്നില്ല, ലൈറ്റ് ഷെയ്ഡ് ആയി പോയി ആവുന്നതുകൊണ്ട് എടുത്ത് കാണിക്കുന്നുള്ളൂ. സെയിം വീവിംഗ് പാറ്റേൺ തന്നെയാണ് കേട്ടോ പോകുന്നത്. മുന്താണി ഇതുപോലെ തന്നെ വരുന്നു. സെൽഫ് ആയിട്ടുള്ള ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലേക്കാണ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. സെയിം വീവിംഗ് തന്നെ. ഒരു സിഗ്സാഗിന്റെ പാറ്റേണിൽ വൈറ്റ് കളർ ത്രെഡാണ് വീവ് ചെയ്തേക്കുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ കളറിലേക്കാണ്. ഒരുപാടങ്ങ് ഡാർക്ക് ഗ്രേ അല്ല, ആഷിഡ് ഗ്രേയിലേക്ക് പോകുന്ന ആ ഒരു പാറ്റേൺ, ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെ തന്നെ ത്രെഡിന്റെ വീവിംഗ് ഇതുപോലെ ഒരു സിഗ്സാഗിന്റെ പാറ്റേണിൽ പോകുന്നു. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണിയിലേക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു ത്രെഡിന്റെ വീവിംഗ് പോകുന്നുണ്ട്. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 695 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്റ്റൈലിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ പറ്റുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൽ ഫോട്ടോസും എല്ലാം അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഈ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.